FIR against the students should be withdrawn immediately. The government is completely yesterday they show that brutality. Today once again repeated that brutality. This Modi government complete face is come out now. They are completely anti-democratic. This one we are talking all now. The country is witnessing the real face of Narendra Modi. Are you going to Are you going to continue this protest tomorrow also? We already, our leader of opposition put forward 3 demands. One, Dharmendra Pradhan should resign immediately for taking the responsibility of all these CBSE NEET leakages. Number 2, the cases, FIR cases against the students. ഇപ്പോൾ ഛത്രസാൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഛത്രസാൽ സ്റ്റേഡിയത്തിലെയും മന്ത്രമാർഗിലെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലിനെയും കസ്റ്റഡിയിലെടുത്ത മുഴുവൻ നേതാക്കളെയും വിട്ടയച്ചിരിക്കുന്നു. ആർക്കെതിരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പാർലമെന്റ് സെഷനിലിരിക്കുന്ന സമയം കൂടിയാണ്. എന്റെ സഹോദരനെ നിങ്ങൾക്ക് ഭയപ്പെടുത്താനാകില്ല. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മൗലികാവകാശത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്നാണ് KC വേണുഗോപാൽ അടക്കം പറഞ്ഞിരിക്കുന്നത്. ഈ സർക്കാർ ഭരണഘടനാ വിരുദ്ധമായി ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ കൈകൾ കുട്ടിക്കെട്ടി പ്രതീകാത്മക സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ആദിൽ പാലോടുണ്ട്. വിവിധ ദൃശ്യങ്ങൾ വിവിധയിടങ്ങളിൽ നിന്ന് ഇപ്പോൾ രാത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട് എല്ലാ നേതാക്കളെയും വിട്ടയച്ചു. നേതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പാർലമെന്റ് സെഷനിലായതുകൊണ്ട് തന്നെ നേതാക്കളുടെ അറസ്റ്റ്, MP-മാരുടെ അറസ്റ്റ് സ്പീക്കറുടെ അനുമതിയില്ലാതെ നടത്തുക സാധ്യവുമായിരുന്നില്ല എന്നതാണ്. എന്താണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്? ഇപ്പോഴും അവിടേക്ക് പ്രവർത്തകർ എത്തുന്നുണ്ടോ? അതിൽ പലരുടെ കേൾക്കാമെങ്കിൽ മന്ത്രിമാർഗ് സ്റ്റേഷൻ പരിസരത്ത് പ്രിയങ്ക ഗാന്ധി എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? അരുൺകുമാർ, ഈ ചെയ്തത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ളത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി പറയാൻ ശ്രമിച്ചത്. മനുഷ്യാവകാശ ലംഘനം, MP-മാർക്കുള്ള അവകാശങ്ങളുണ്ട്, അത് ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മണിക്കൂറുകൾ തടവിൽ പാർപ്പിച്ച ശേഷം കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് പ്രതിപക്ഷ നേതാക്കളെ വിടാൻ ഒരുങ്ങിയത് എന്നുള്ളതാണ്. മന്ത്രിമാർഗ് സ്റ്റേഷന് പുറത്ത് 3 MP-മാരുണ്ടായിരുന്നു മന്ത്രിമാർഗ് സ്റ്റേഷനിൽ. ഇപ്പോഴിതാ ഭൂപേന്ദർ ഹൂഡയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം അതെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട MP-യാണ്. അദ്ദേഹവും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം തടവിലായിരുന്നു, കസ്റ്റഡിയിലായിരുന്നു. ഇദ്ദേഹത്തെയും ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിവിട്ടിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. പ്രിയങ്ക ഗാന്ധിയെ മണിക്കൂറുകൾ തടവിൽ വെച്ച് ഇതിൽ ഏറ്റവും നിർണായകമായത് സോണിയാഗാന്ധി പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. തന്റെ മകളെ അല്ലെങ്കിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയെ വിട്ടയക്കണം, മോചിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് സോണിയാഗാന്ധി മന്ത്രിമാർഗ് സ്റ്റേഷനിലേക്ക് എത്തിയത്. മന്ത്രിമാർഗ് സ്റ്റേഷനിൽ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ആകെ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. പ്രവർത്തകരാകെ തടിച്ചുകൂടി വലിയ തോതിൽ ബഹളമുണ്ടാക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ സോണിയാഗാന്ധി കൂടി എത്തി ഇവിടെ നിന്നും പ്രിയങ്ക ഗാന്ധിയെ മോചിപ്പിക്കാൻ തയ്യാറായത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയം മുൻപാണ് പ്രിയങ്ക ഗാന്ധിയെ മന്ത്രിമാർഗ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വിട്ടത്. അരുൺകുമാർ, ഇപ്പോൾ ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത മുഴുവൻ നേതാക്കളെയും ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഛത്രസാൽ സ്റ്റേഡിയത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയെ, മന്ത്രിമാർഗ് സ്റ്റേഷനിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയെയും ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജനീഷ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. മന്ത്രി പ്രതിഷേധിച്ചത് അവരെയും അറസ്റ്റ് ചെയ്ത് മാറ്റിയ രീതി രാജ്യത്തെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. നേരത്തെ നമ്മുടെ പ്രിയങ്കരനായ നേതാക്കന്മാർ മുഴുവൻ ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചുകൊണ്ട് തന്നെ ഇനിയും ദീർഘിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നില്ല. ഈ ശക്തമായ കേരളത്തിലും വലിയ പ്രതിഷേധമാണ്. തിരുവനന്തപുരത്ത് ലോക് ഭവനിലേക്ക് നടത്തിയ മാർച്ച് നമ്മൾ കണ്ടു. കോഴിക്കോട്ടും പ്രതിഷേധം കണ്ടു. കൊച്ചിയിലെയും പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടു. കായംകുളത്ത് തീവണ്ടി തടഞ്ഞാണ് പ്രതിഷേധം നടത്തിയത്.